ഇതെൻ്റെ വാപ്പായാണ്. കഴിഞ്ഞ 7 മാസമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞ് ഇനി ഒരു ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി മാറ്റി വെച്ചാലേ ജീവിച്ചിരിക്കുമെന്ന്. ഇതുവരെ വാപ്പ ഓട്ടിച്ചും ആണ് ജീവിതം മുന്നോട്ട് കൊണ്ടിരുന്നത്. ഇപ്പം വാപ്പ വയ്യാതായതിനു ശേഷം അടുത്തുള്ള ആളുകളെ കുടുംബക്കാരെയൊക്കെ സഹായിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കിഡ്നി മാറ്റി വയ്ക്കാൻ ഞങ്ങളതിൽ യാതൊരു നിവർത്തിയുമില്ല. ഇതെൻ്റെ വാപ്പയാണ്. 7 മാസമായിട്ട് ഡയാലിസിസ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഉടനടി കിഡ്നി മാറ്റി വയ്ക്കൽ ആണെന്ന്. അപ്പോൾ ഉമ്മാരെ കിഡ്നി അതിന് യോജിച്ചതായത്. അപ്പോൾ ആഗസ്റ്റ് മാസം 22-ാം തീയതി കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അബ്ദുറഹ്മാനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ എന്ന സ്ഥലത്താണ്. വിവാഹപ്രായമെത്തിയ 2 പെൺമക്കളും 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകനും ഭാര്യയോടൊപ്പം അത്യാവശ്യം വലിയ തെറ്റില്ലാതെ ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പനി ഹുസൈനിക്കായെ പിടികൂടുന്നത്. ശരീരമാസകലം നീര് വരികയും ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിലൂടെ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ 2 വൃക്കകളും കേടായിരിക്കുകയാണെന്ന്. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു അവസ്ഥ ആ കുടുംബത്തിനെ പട്ടിണിയിലേക്ക് എത്തിച്ചു. ജോലിക്ക് പോകാൻ കഴിയാതെയായി. നാട്ടുകാരുടെയും കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടെ ഇതുവരെയുള്ള ചികിത്സകൾ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തി. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ്. ക്രിയാറ്റിൻ്റെ അളവുകൾ വളരെ ഉയർന്ന നിലയിൽ. വൃക്ക എത്രയും പെട്ടെന്ന് മാറ്റിവെച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവൻ നമുക്ക് നിലനിർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ വാപ്പച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ വൃക്ക നൽകാമെന്ന് പറഞ്ഞ മകൾ അതിന് സമ്മതിക്കാതെ എൻ്റെ മക്കൾ യത്തീമായി പോകരുത്, അതുകൊണ്ട് വൃക്ക ഞാൻ നൽകിക്കൊള്ളാമെന്ന് പറഞ്ഞ ഭാര്യ. ഈ വീട്ടിൽ ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് നന്ദിയുമുണ്ട്. ഒരു നയാ പൈസയെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആഖിറത്തിലേക്ക് വേണ്ടി അവരത് തിരിച്ചു നൽകുന്നുണ്ട്. നിരന്തരം വാപ്പച്ചിക്ക് വേണ്ടിയും വാപ്പച്ചിക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ദുആയിലാണ് ഈ മക്കൾ. ഈ മാസം 22-ാം തീയതി കൊല്ലം ജില്ലയിൽ ട്രാവൻകൂർ മെഡിസിറ്റിയിൽ വെച്ച് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുകയാണ്. 9 ലക്ഷം രൂപയാണ് ഹോസ്പിറ്റലിൽ എസ്റ്റിമേറ്റ് നൽകിയിരിക്കുന്നത്. നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ സഹായിച്ച 1.5 ലക്ഷം രൂപയോളം സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള 7.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഈ കുട്ടികൾ നമ്മുടെ മുന്നിൽ കൈനീട്ടുന്നത്. നമ്മളാൽ കഴിയുന്ന ഒരു സദക്ക ഈ കുട്ടികളുടെ ഉപ്പയ്ക്ക് വേണ്ടി നമുക്ക് നൽകാം. ഇൻഷാ അല്ലാഹ് ഈ കുട്ടികളുടെ ഉമ്മയുടെ പേരിൽ ഫെഡറൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് അവർക്കൊരു കൈത്താങ്ങാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാവിധമായ മാരക രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ കടയ്ക്കൽ നിസാമുദ്ദീൻ ബാക്കവി. എല്ലാവരുടെ കയ്യിലുമുള്ള തുച്ഛമായ പൈസകൾ നിങ്ങൾ എന്താണ് കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സഹോദരനെ നിങ്ങൾ സഹായിക്കണം. ഇവരുടെയും കുടുംബത്തിൻ്റെയും മക്കളുടെയും ഒക്കെ പ്രാർത്ഥന നിങ്ങളുടെ മേലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്ന എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ. സാമ്പത്തികമായി അവരെ ഉയർത്തുകയും എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു അവരെ കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.